ഹേ ഗായ്സ്, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു വീട്. പുറത്ത് എന്താണ് സംഭവിക്കുന്നത് അവർക്കറിയില്ല. ആദ്യമൊക്കെ ഇതൊരു സാധാരണ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ വീട്ടിലെ വെള്ളം, ഭക്ഷണം എല്ലാം തീർന്നു പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ അപകടം, പക്ഷെ അകത്ത് തുടരാനും അവർക്ക് സുരക്ഷിതമല്ല. ഈ കുടുംബത്തെ ആരാണ് പൂട്ടിയിട്ടിരിക്കുന്നത്? എന്തിനാണ് പൂട്ടിയിട്ടിരിക്കുന്നത്? ഉത്തരം തേടുന്നതിനിടയിൽ അവർ കണ്ടെത്തുന്ന സത്യം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. ഇനി ഈ വീട്ടിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ ആരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും വോയിസ് ബിഹൈൻഡ് മൂവിയിലേക്ക് സ്വാഗതം. കഥയുടെ തുടക്കത്തിൽ ഫിഷിംഗ് പേരാണ് കാണിക്കുന്നത്. നമ്മുടെ കഥാനായകനായ ജോഷ് അവിടെ നിന്നും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ പരിശ്രമത്തിനിടയിൽ ജോഷിന് ഒരു മീൻ കിട്ടുന്നുണ്ടെങ്കിലും അതിന്റെ സൈസ് വളരെ കുട്ടിയായതുകൊണ്ട് തന്നെ കടലിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. നല്ലൊരു മഴ വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ തന്നെ കൂടെ നിന്ന് മീൻ പിടിക്കുന്ന ആളോട് ഇവൻ പറയും, ഞാൻ വീട്ടിൽ പോവാണ്, നല്ല മഴ വരുന്നുണ്ടെന്ന്. എന്നിട്ട് അവൻ വണ്ടി എടുത്ത് വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള വേറൊരു ഫാമിലിനെയാണ് കാണിക്കുന്നത്. കുറച്ച് അടുത്തടുത്തുള്ള ഫാമിലീസിനെ കാണിക്കുന്നുണ്ട്. ഒരു ഫാമിലി ബോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതിന് കുറച്ച് സീനൊക്കെ കേട്ടിട്ടുണ്ട് ഇവർ. പിന്നെ ഒരു ഫാമിലി ജോഗിങ്ങിന് പോകുന്നുണ്ട്. അതിലെ ഹസ്ബൻഡ് വേഗം വീട്ടിനകത്തേക്ക് കയറുന്നുണ്ട്. വൈഫ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ ജോഗിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് അവൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 5-6 വീട് അടുത്തടുത്തുള്ള ഒരു സ്ഥലത്താണ് അവൻ സ്റ്റേ ചെയ്യുന്നത്. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ജോഗിങ്ങിന് പോണ പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവൾ ഹായ് കാണിക്കുന്നുണ്ട്, അവൻ തിരിച്ചു ഹായ് കാണിക്കുന്നുണ്ട്. അടുത്ത ജോഷ് വീട്ടിലെ കാർ പോർച്ച് തുറക്കാൻ നോക്കുകയാണ്. കാറിനകത്ത് ഇരുന്ന് ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് തുറക്കാൻ പറ്റുന്നില്ല. എന്തോ സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോഴേക്കും മഴ പെയ്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ അവൻ്റെ പാഴ്സൽ എടുത്ത് വീട്ടിനകത്തേക്ക് മെയിൻ ഡോർ വഴി ഓടിക്കയറുകയാണ് ചെയ്യുന്നത്. ജോഷ് ഡോർ അടച്ച് സെക്യൂരിറ്റി ലോക്ക് ഇടുന്നുണ്ട്. എന്നാൽ മെയിൻ ഡോറിലെ കീ ഹോളിൽ ഒരു പ്രത്യേക ടൈപ്പ് പാറ്റേൺ ഷേപ്പിൽ വെള്ളം ഉള്ളിലേക്ക് കയറുന്നതായി കാണിക്കുന്നുണ്ട്. വീടിനകത്ത് ജോഷിനെ വരവേൽക്കാനായി ക്യാസ് ഉണ്ടായിരുന്നു. ക്യാസ് ആരാ? അവന്റെ ഡോഗ്. സോ അവൻ കൊണ്ടുവന്ന പാഴ്സലിനകത്ത് ഡോണറ്റ്സ് ആയിരുന്നു. ഫാമിലി ആയിട്ട് അവൻ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചേർന്ന് എൻജോയ് ചെയ്ത് സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം പേർക്കും ഉള്ളതുപോലെ തന്നെ ഇവർക്ക് ഫുഡ് കഴിക്കുമ്പോഴുള്ള ശീലമാണ് യൂട്യൂബ് കാണുക, ഗെയിം കളിക്കുക, അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. സോ അവർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവരുടെ വൈഫൈ കട്ടാവും. അപ്പം റൂത്ത് അച്ഛനോട് പറയുന്നുണ്ട്, ഡാഡ് വൈഫൈ കിട്ടണില്ല. ജോഷ് അത് വലിയ കാര്യമാക്കാതെ പറയുന്നുണ്ട്, ക്രിസ്മസിന് പർച്ചേസ് ചെയ്യണ്ടേ, വേഗം കഴിക്കും നിങ്ങൾ, വാ നമുക്ക് പർച്ചേസിങ്ങിന് പോവാം. ത്രില്ലടിച്ച് എല്ലാവരും റെഡിയായി നിൽക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ മിസ്സിങ്. ആരാ? അവരുടെ അമ്മ. എല്ലാ വീട്ടിലും അങ്ങനെയാണല്ലോ, ലേഡീസ് എപ്പോഴും ലാസ്റ്റ് ആയിരിക്കും റെഡി ആയിട്ട് വരിക. ഒരു പിന്ന് കുത്തണമെങ്കിൽ അവരെടുക്കുക അരമണിക്കൂർ, റൈറ്റ്? പക്ഷെ ജോഷ് അവളോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യുന്നില്ല. ജോഷ് പറയുന്നുണ്ട്, പിള്ളേരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, നീ നിനക്ക് സമയം എടുത്തോളൂ, പതിയെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ജോഷ് പോകുന്നുണ്ട്. പോണതിനിടയ്ക്ക് ഈ പിള്ളേർ രണ്ടും ഭയങ്കര തല്ല്. നോക്കുമ്പോൾ റൂത്ത് പറയുന്നുണ്ട്, എടാ ഗ്രഹാം, നീ അല്ലേ ഡോർ എന്താ ചെയ്ത്, ഡോർ എന്താ തുറക്കാൻ പറ്റാതെ, നീയാണ് അതിന് കാരണം. ഗ്രഹാം തുറന്ന് നോക്കുന്നുണ്ട്, ഡോർ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ റൂത്തും ഗ്രഹാമും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജോഷ് വന്നിട്ട് ഡോർ തുറക്കാൻ നോക്കുന്നുണ്ട്, മെയിൻ ഡോർ ഓപ്പൺ ആവില്ല. ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്, ഓപ്പൺ ആവില്ല. ആ വീട്ടിലെ എല്ലാ ഡോറും ആൾക്ക് എല്ലാവരും പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡോറോ ജനലോ ഒന്നും തന്നെ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവരുടെ അമ്മയായ ആൻ റെഡിയായി വന്നിരുന്നു. അവളും ജനൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ആനിനും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ജോഷ് നേരെ സെക്യൂരിറ്റി സിസ്റ്റം ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ബട്ട് വൈഫൈ കണക്ട് ആവുന്നില്ല. വൈഫൈ എടുത്ത് നോക്കുമ്പോൾ അതും വർക്ക് ആവുന്നില്ല. ആൻ വേഗം തന്നെ ആൻ്റെ പാരൻസിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണക്ട് ആവുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് കാണിക്കുന്നത്. ജോഷ് നേരെ ഓടിപ്പോയി ഡോറിനിട്ട് മെയിൻ ഡോറിനിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. അതേ സ്പോട്ടിൽ തിരിച്ചവൻ തെറിച്ച് വീഴുന്നുണ്ട്. വീട്ടിലുള്ളവരൊക്കെ പേടിച്ച് അവൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും സംഭവിച്ചോ, ഓക്കെ ആണോ ചോദിക്കുന്നുണ്ട്. അവരെ കൊതറി മാറ്റി അവൻ വീണ്ടും ഒരു കമ്പി എടുത്ത് കണ്ണാടി ചില്ലെല്ലാം ഉടയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു ചില്ലും അടയുന്നില്ല. എല്ലാം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അതിൽ ഈ മഴവെള്ളം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക പാറ്റേണിൽ വന്നിട്ട് ആ ഗ്ലാസ് എല്ലാം വീണ്ടും കവറായി നിൽക്കുന്നുണ്ട്. സോ ഇത് ആൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആനിന് കുറച്ച് പേടിയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ പുറത്തേക്ക് നോക്കുമ്പോൾ ന്യൂലി മാരീഡ് ഗേൾ ജോഗിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കാണും. സോ അവളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൾ കേൾക്കില്ല. അവൾ നേരെ വീട്ടിലേക്കാണ് കയറി പോകുന്നത്. അവളുടെ വീട്ടിൽ അവൾ എന്നാ ചെയ്യും നോക്കുമ്പോൾ അവളുടെ വീട്ടിനകത്ത് അവളുടെ ഹസ്ബൻഡ് കുടുങ്ങി കിടക്കുകയാണ്. അവൾക്ക് വീട്ടിനകത്തും കയറാൻ പറ്റില്ല, ഹസ്ബൻഡിന് വീടിന് പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഓ ഇത് നമ്മുടെ വീടിൻ്റെ സെക്യൂരിറ്റി പ്രോബ്ലം അല്ല, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. സോ ഇവർ അടുത്തുള്ള വേറെ വീടുകളൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങി. എല്ലാവരുടെ വീട്ടിലും എല്ലാവരും കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ഒരു ഗേള് മാത്രം വീടിന് പുറത്താണ്. അവൾക്ക് അകത്ത് കയറാനും പറ്റുന്നില്ല. തൻ്റെ പിള്ളേരുടെ ബൈനോക്കുലർ എടുത്ത് ജോഷ് എല്ലാവരുടെ വീട്ടിലേക്ക് നോക്കുന്നുണ്ട്. സോ എല്ലാവരും അവരവരുടെ വീട്ടിനകത്ത് പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ഗ്രാൻഡ് പാ ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തത്, ഇത് ഗവൺമെൻറ് പണിയാണോ എന്ന്. അപ്പം ജോഷ് പറയുന്നുണ്ട്, മേ ബി, ബട്ട് വൈ,
എന്തുകൊണ്ടായിരിക്കാം? അപ്പൊ ആ ഗ്രാൻഡ്പ പറയുന്നുണ്ട്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ വേറെ ഫാമിലി പറയുന്നുണ്ട്, ഇല്ല അത് ഏലിയൻസ് ആണ് എന്ന്. ഓ! ഇവൻ വീണ്ടും ചോദിക്കുന്നത്, നമ്മൾ മാത്രമാണോ അങ്ങനെയുള്ളത്? അതോ ഈ സിറ്റി ഫുൾ ഇങ്ങനെയാണോന്ന്? അപ്പോൾ ഗ്രാൻഡ്പ പറയുന്നുണ്ട്, അല്ല, ചിലപ്പോൾ ഈ വേൾഡ് ഫുള്ളും ആണെങ്കിലോ? സോ എല്ലാവരും കൺഫ്യൂഷനിലാണ്. ആർക്കും അറിയില്ല എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോഷ് ഒരു ഫാമിലി മീറ്റിങ്ങിന് ഏർപ്പാട് ചെയ്യും. അതായത് ഇവരുടെ ഫാമിലി ആയിട്ടൊന്ന് സംസാരിക്കും. എന്നിട്ട് അവൻ പറയും, ഇത് എത്ര ദിവസത്തിനുണ്ടാവും നമുക്കറിയില്ല. ചിലപ്പോൾ നാളെ ശരിയാവുമായിരിക്കും. നമ്മുടെ ഗവൺമെൻറ് നമ്മൾ എന്തോ ഒരു കാരണം കൊണ്ട് അവർ നമ്മളിങ്ങനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് വലിയ കാര്യമാക്കണ്ട. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ നടക്കുന്നത്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോയി കിടന്നുറങ്ങാൻ പറയുന്നുണ്ട്. പിള്ളേരൊക്കെ ഉറങ്ങിയതിന് ശേഷം ആനും ജോഷും സംസാരിക്കുന്നുണ്ട്. ഇത് എന്താണെന്നറിയില്ല. എന്തെങ്കിലും വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് ഈ ഗണ്ണ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവൾ ഈ ഗണ്ണ് കാണുന്നത്. കണ്ടത് അവനെ വഴക്ക് പറയുന്നുണ്ട്. നീ ഇതെപ്പോൾ വാങ്ങിച്ച്? ഇല്ല, ഞാൻ നിന്നോട് പറയണം വിചാരിച്ചു വിട്ടുപോയതാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ശരി എന്നാൽ ഈ സൂന എങ്ങനെ യൂസ് ചെയ്യാമെന്നെങ്കിലും എന്നെ പഠിപ്പിച്ചതാ പറയുന്നുണ്ട്. അവൻ അതിനവൾക്ക് ശരി ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. അടുത്തത് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും, നെക്സ്റ്റ് എന്ത് എന്നുള്ളത്. അപ്പോഴാണ് തൻ്റെ കയ്യിൽ ഡ്രില്ലുള്ള കാര്യം ഓർമ്മ വന്ന് അവൻ ആ ഡോറിൽ ഡ്രില്ല് വഴി ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഡ്രില്ല് ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോൾ കമ്പി വളഞ്ഞ് താഴെ വീഴുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ വാട്ടർ ഒരു പ്രത്യേക ഷേപ്പിൽ പോകണമെന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ വാട്ടർ സ്ട്രക്ചർ അവൻ കാണുകയും ഇത് വീട്ടിലെ വേറെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചുമരൊക്കെ തല്ലി പൊളിച്ച് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ കറക്റ്റാണ്. ആ ഈ വാട്ടർ എല്ലായിടത്തേക്കും ബാധിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ചുമരുണ്ടോ എല്ലായിടത്തും ഉണ്ട്. സോ വൈഫിനെ വിളിച്ചത് കാണിച്ചും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലത്തുണ്ടോ നോക്കിയാൽ ഫ്ലോറിലും അതുപോലെ ഉണ്ട്. സോ അവൻ ഫ്ലോറ്, ചുമര്, വോള് എല്ലായിടത്തും, ചുമരും വോളൊക്കെ ഒന്നല്ല ഗൈസ്, ചുമരിലും ഫ്ലോറിലും റൂഫിൽ എല്ലായിടത്തും നോക്കുമ്പോൾ എല്ലായിടത്തും വെള്ളം കൊണ്ട് ഈ ഒരു സ്ട്രക്ചർ ഫോം ആയിരിക്കുകയാണ്. അപ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട്, ഇനി കുറച്ച് ദിവസം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാൻ നമ്മൾ മരിച്ചു പോകും. ഇല്ല, വെന്റിലേഷൻ വരുന്നുണ്ട്, വോളാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കണ്ട് അത് മറച്ചു വെക്കാൻ പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ വീട്ടിൽ പുതുതായി കുറേ ക്രാക്കുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പല പല ഇടങ്ങളിലായിട്ട്. അതവൻ ശ്രദ്ധിക്കുന്നുണ്ട്. നെക്സ്റ്റ് അവർ കിടന്നുറങ്ങി സെക്കൻഡ് ഡേ അവർ ഡോറ് മറുപടിയും ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ പിള്ളേർ പറയുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴേ ശ്രമിച്ചു, അതൊന്നും തുറക്കാൻ കിട്ടത്തില്ല. ഓ, നിങ്ങളിതിപ്പോൾ എണിച്ചു, ഞങ്ങൾ എപ്പോഴോ എണിച്ചു, ഇതൊന്നും വർക്കാവണില്ല എന്ന്. ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബോറടിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പഴയ അവൻ്റെ കയ്യിൽ CD, പഴയ മൂവി അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് അത് ഇവരുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടേ രണ്ട് മൂവിയേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതൊക്കെ സെറ്റ് പോപ്പ് നല്ല നല്ല പാട്ടുകളാണ്, ഇതൊക്കെ യൂസ് ചെയ്യാൻ. എന്നിട്ട് അവൻ വിളിച്ച് പറയുന്നുണ്ട്, നമുക്കൊരു ഫാമിലി മീറ്റിംഗ് ചെയ്യണം. നമുക്കിനി എല്ലാം വെള്ളം ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ കമ്മിയായിരിക്കും. ഇനി നമുക്ക് ഉണ്ടാവത്തില്ല. എത്ര നാൾ ഈ ലോക്ക്ഡൗൺ തുടരുമെന്ന് അറിയത്തില്ല. സോ നമ്മൾ വെള്ളം സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവർ കിട്ടുന്ന ബാത്ത് ടബിൽ വെള്ളം പിടിച്ച് വെക്കുന്നുണ്ട്. ബക്കറ്റ്, കപ്പ്, ഗ്ലാസ് പറഞ്ഞ പോലെ എല്ലാത്തിലും അവർ വെള്ളം പിടിച്ച് വെക്കുകയാണ് ചെയ്യണത്. വെള്ളം എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സേവ് ചെയ്യാൻ നമ്മുടെ ജോഷ് ആൻ്റെ അടുത്തും പിള്ളേരുടെ അടുത്തും പറയുന്നുണ്ട്. അവരത് പറയുന്ന പോലെ കേൾക്കുന്നുണ്ട്. ജോഷിൻ്റെ അടുത്ത് ജോഷിൻ്റെ ഡോഗ് വന്നിട്ട് ക്യാസ്, എനിക്ക് അപ്പിടാൻ മുട്ടുണ്ട്, ഡോറ് തുറക്ക് ഡോറ് തുറക്കുന്നത്. അപ്പോൾ ജോഷ് ക്യാസിനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചോ, ഞാൻ ക്ലീൻ ചെയ്തോളാം. അടുത്ത 4-ാം ദിവസമാണ്. പിള്ളേരോട് ഡെയിലി ദിവസം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ വേണം നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ എക്സസൈസസ് സ്കൂളിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഇവിടെ പീരീഡ്സും ഫോളോ ചെയ്യാൻ പറയും. ഗ്രഹാം പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി ആ ചാപ്റ്റർ പഠിച്ചല്ലേ, എന്തിനാ പഠിച്ചെന്നെ പഠിച്ചിട്ട് എന്താ കാര്യം? ജോഷ് ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, വെറുതെ വേസ്റ്റ് ഓഫ് ടൈം. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മീൻ വെട്ടുന്നതെന്ന് പഠിപ്പിച്ചു തരാം. മീൻ വെട്ടാൻ അവർക്ക് റൂത്തിന്റെ 3 ടോയ് എടുത്തിട്ട് എങ്ങനെയാണ് മീൻ വെട്ടുന്നത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് ജോഷ് നെയ്ബറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴത്തെയും പോലെ സ്ലൈറ്റിൽ എഴുതിയിട്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഇത് എത്ര ദൂരത്തിന് സ്പ്രെഡ് ആയിട്ടുണ്ട്, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ അടുത്ത വീട്ടിലുള്ളവരോട് സ്പ്രെഡ് ചെയ്ത് ഓരോരുത്തർ ചോദിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അയാൾ ഓക്കെ ഞാൻ അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ നേരെ കാണിക്കുന്നത് ഇവരുടെ കിച്ചണാണ്. ആൻഡ് ടൊമാറ്റോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പോൾ 1 വീക്കായി. ടൊമാറ്റോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ ടൊമാറ്റോയുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ കട്ടിംഗ് ബോർഡിലായിട്ടുണ്ടാവും. അപ്പോൾ കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ അവൾ പറയും, അയ്യോ ഇത് കളയണ്ട, ഇത് ഞാൻ എടുത്ത് വെക്കുകയെന്ന് പറഞ്ഞിട്ട് ആ വിത്തൊക്കെ എടുത്ത് അവളെ എടുത്ത് വെച്ച് അതിനെ വളർത്താൻ പോവാണെന്ന് പറയുന്നുണ്ട്. അവനും അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഓ എൻ്റെ വൈഫിന് ഭയങ്കര ബുദ്ധിയാണ്, ഷീസ് വെരി ഇൻ്റലിജൻറ്റ് അങ്ങനെ പറയുന്നുണ്ട്. അടുത്തത് അവൻ പഴയ പോലെ നെയ്ബറോട് സ്ലൈറ്റിൽ എഴുതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ സൗണ്ടൊന്നും പുറത്തു പോലില്ലല്ലോ. ഇതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇവർക്ക് ആർക്കും പരസ്പരം അറിയത്തില്ല എന്നുള്ളത്. സോ ഇപ്പോഴത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ. നമുക്ക് അടുത്തുള്ളവർ എന്താ ചെയ്യണമെന്ന് അറിയില്ല, അടുത്തുള്ളവരുടെ പേരറിയില്ല, അങ്ങനെയൊക്കെ. സോ ഇവിടെ അതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ചോദിക്കേണ്ടത് സുഖമാണോ, എങ്ങനെ ഇരിക്കുകയാണ്? അപ്പോൾ അവൻ പറയേണ്ടത് എനിക്ക് സുഖമാണ്. അവിടെയും തിരിച്ചും ചോദിക്കേണ്ടത് ആളും പറയേണ്ടത് സുഖമാണെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ എന്താ വർക്ക് എന്ന് ജോഷിനോട് ആ ഗ്രാൻഡ്പ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോഷ് പറയുന്നുണ്ട്, ഞാനൊരു എഞ്ചിനീയറാണ്, പക്ഷെ കറന്റ്ലി ഞാനൊരു അൺഎംപ്ലോയി ആണ്. തിരിച്ച് ജോഷും പുള്ളിയോട് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ജോഷിനോട് പുള്ളിക്കാരൻ പറയും, ഞാനൊരു ഡോക്ടറാണ്, പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. നിങ്ങളുടെ പിള്ളേരുടെ പല്ലിൽ പോടുണ്ടോ എന്ന് പുള്ളി ചോദിക്കും. അതിന് ജോഷ് പറയും, അതെ അതെ, അവരുടെ പല്ലിൽ പോടുണ്ട്, നിങ്ങളത് ഫിക്സ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കും. പുള്ളിക്കാരൻ ആ ഷുവർ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, നിങ്ങളെന്താ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ജോഷ് പറയും, ആ ഞാൻ ഫുഡ് കഴിച്ചു, ഫുഡുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡുണ്ട് ചോദിച്ചു. ഇവൻ പറയും, ഇനഫ്, എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഫുഡുണ്ട്, ഇപ്പോഴത്തേക്കുണ്ട്, തിരിച്ച് നിങ്ങൾക്കുണ്ടോ ചോദിക്കുമ്പോൾ ആള് പറയും, ഇല്ല, ഫുഡില്ല എന്നുള്ളത് പറയും. ഇത് കണ്ട് ജോഷിന് വിഷമാവുന്നുണ്ട്. അടുത്ത സീനെ കാണിക്കുന്നത് 2 weeks എന്ന് എഴുതിയിട്ടാണ്. സോ ഇപ്പോൾ 2 ആഴ്ചയായി ഇവർ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിനകത്താണ് ഇരിക്കുന്നത്, പുറം ലോകവുമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പോൾ റൂത്തിനെയാണ് കാണിക്കുന്നത്. റൂത്തിന് ചിത്രം വരയ്ക്കാൻ, പെയിന്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പേപ്പറിൽ ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ വിൻഡോയിൽ ഒരു പ്രത്യേക തരം ഷേപ്പിൽ ഇങ്ങനെ ഓരോ മഴത്തുള്ളിയൊക്കെ ഓടിപ്പോണത് അവൾ കാണും. അപ്പോൾ അവൾ അതിന് മേലേക്കൂടെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ പെൻസിൽ എങ്ങോട്ടാണോ മൂവ് ആണ് അതിനനുസരിച്ചിട്ട് ആ മഴത്തുള്ളി പോകുന്നുണ്ട്. ഇത് കണ്ട് വിൻഡോയിൽ വരച്ച് കളിക്കുകയെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ അവളെ വഴക്ക് പറയുന്നുണ്ട്. സോ അവളത് വിട്ടിട്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആകുമ്പോൾ ഇവർ ആ പഴയ കാസറ്റും വെച്ച് പാട്ട് വെച്ച് നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. ഫാമിലി നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അവർ എപ്പോഴത്തെയും പോലെ എക്സസൈസൊക്കെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഫാമിലി ഫുള്ളും എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആനിൻ്റെ ചെടിയൊക്കെ വളരാൻ തുടങ്ങി. അപ്പോൾ അവളത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ചെടീനെയൊക്കെ. പിന്നെ ഇവരൊരു യോനോ കളിക്കുന്നുണ്ട്. ക്രിസ്മസ് അല്ലേ പറഞ്ഞിട്ട് പിള്ളേരുടെ കൂടെ ചേർന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അവരെ കൊണ്ട് പറ്റുന്ന പോലെ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് ബാക്കിയുള്ള വീട്ടിലുള്ളവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റൊക്കെ വെച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അന്ന് നൈറ്റ് റൂഫ് ടോപ്പിലെ റൂമിലിരുന്ന് ഗ്രഹാമും റൂത്തും പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇപ്പോൾ 1 month ആയിട്ടോ. റൂത്ത് വെളിയിൽ ഒരു രൂപം കാണും. അത് ഗ്രഹാമിന് കാണിച്ചു കൊടുത്തിട്ട് പറയും, മഴയത്ത് എപ്പോഴും അവർ വരാറുണ്ട്. അപ്പോൾ ഗ്രഹാം പറയും, അങ്ങനെയൊന്നുമില്ല, അതെന്തെങ്കിലും മൃഗങ്ങളായിരിക്കും, നീ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ പറയും. ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ ഈ കാര്യം കണ്ടതായിട്ടും അവരുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ആരും ഇവള് പറയുന്നത് കേൾക്കണില്ല. എല്ലാവരും പറഞ്ഞാൽ അതേതെങ്കിലും മൃഗമോ വല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. സാലഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് റൂത്ത് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോകുന്നുണ്ട്. സോ നീ കഴിക്കില്ലെങ്കിൽ എനിക്ക് കൊടുന്ന് പറഞ്ഞിട്ട് ജോഷ് അവളുടെ നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. നൈറ്റ് ഇവർ ആകാശം നോക്കി കിടക്കണം. ആകാശം ഫുള്ള് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഇപ്പോൾ ഫ്ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, ഒരു പൊല്യൂഷനും ഇല്ലാത്തതുകൊണ്ട് എന്ത് ക്ലിയർ ആയിട്ട് നമുക്ക് സ്റ്റാർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് പുറത്തൊരു ഡോഗിനെ ഇവർ കാണുന്നതും അതിന് ശ്രദ്ധിക്കുന്നതും. അതിന് വിശന്നിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരെ നോക്കിയിട്ട് പോണത്. പക്ഷെ ഇവർക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണില്ല. നെക്സ്റ്റ് ഡേ ഇവർ ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കുകയാണ്. റൂത്തിന് കൊടുക്കുന്നത് അരി കഴുകണ മറ്റേ പാത്രമില്ലേ അത്, പിന്നെ ഒരു പാതി കടിച്ച ആപ്പിൾ. ഗ്രഹാമിന് കൊടുക്കുന്നത് ഗ്രഹാമിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ടോയ് ആണ്. അപ്പോൾ ഇവർ പറഞ്ഞു, എനിക്ക് ഇന്ന് ഇതൊക്കെ തന്നെ, ഇതൊക്കെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് അവരുടെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അവരുടെ അമ്മ നട്ട ചെടിയിലെ ഒരു തക്കാളി, ഒരു കുന്നിക്കുരുവിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു തക്കാളി എടുത്തിട്ട് അത് ഗിഫ്റ്റ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ്, അമ്മയുടെ തക്കാളി ചെടിയിൽ നിന്ന് വന്ന ആദ്യത്തെ തക്കാളിയാണ് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. പിള്ളേരെല്ലാവരും പറയും, വേണ്ട വേണ്ട, അമ്മ തന്നെ അത് കഴിച്ചോളൂ, ഇത് അമ്മയ്ക്കുള്ള ഗിഫ്റ്റാണ്, അമ്മ കഴിച്ചാൽ മതി പറയുന്നത്. കഴിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത്രയും നല്ലൊരു തക്കാളി ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെ പറയുന്നുണ്ട്. അവർ മാക്സിമം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത റൂത്തിനെയാണ് കാണിക്കുന്നത്. റൂത്ത് അടുത്ത വീട്ടിലെ ഗ്രാൻഡ്മയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ ഗ്രാൻഡ്മ കുഴഞ്ഞു വീണ് മരിക്കും. അത് ഇവള് കണ്ട് പേടിക്കും. സോ ഉടനെ തന്നെ ജോഷ് പിള്ളേർ രണ്ടുപേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കർട്ടൻ ഇട്ട് ക്ലോസ് ചെയ്യാനും ആനിനോട് പറയുന്നുണ്ട്. അടുത്ത കാണിക്കുന്നത് ജോഷിനെയും അവരുടെ ഡോഗായ കാസിനെയാണ്. കാസ് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡെയിലി അവൻ മെഡിസിൻ എടുക്കണം. പക്ഷെ കാസിൻ്റെ മെഡിസിൻ തീർന്നിരിക്കുകയാണ്. അപ്പം ജോഷ് കാസിനോട് പറയേണ്ടത്, ഇത് ലാസ്റ്റ് മെഡിസിനാണ്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, ഇതും കൂടി ഒന്ന് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്തൊക്കെയോ മിക്സ് ചെയ്ത് അവന് കൊടുക്കുന്നുണ്ട്. അടുത്ത റൂത്തിനെയാണ് കാണിക്കുന്നത്. റൂത്ത് നൈറ്റ് എന്തോ സൗണ്ട് കേട്ട് എണിച്ചിട്ട് അവൾക്ക് ഉറക്കം വരില്ല. അപ്പോൾ അവളുള്ള ടോയ്സ് ഒക്കെ അടുക്കി പെറുക്കി എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വിൻഡോ വഴി ഒരു രൂപം വന്ന് ആ രൂപത്തിൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്. വിൻഡോ കുത്തിപ്പൊളിക്കാൻ നോക്കുന്നുണ്ട്. തുറക്കെന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട് ആ കുട്ടി പേടിക്കുമ്പോൾ തന്നെ വീട്ടുകാരൊക്കെ വന്ന് നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന്. ഇവരെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിൾസിലെ ആ വീട്ടിന് പുറത്ത് പോയ ലേഡി ഇല്ലേ, ആ ലേഡിയാണ്. അവർക്ക് പോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവരിപ്പോൾ ഭയങ്കര കൊടൂരമായിട്ട് അവരെ കാണാൻ തന്നെ ഒരു പ്രത്യേക വികൃത രൂപമായിട്ട് മാറിയിട്ടുണ്ട്. അവരെന്തിനെയോ പേടിക്കുന്നുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യും, വീട്ടിനകത്ത് കയറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ജോഷ് പറയില്ല, ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷിച്ചേനെ എന്ന് പറയുന്നുണ്ട്.
അപ്പം ന്യൂലി മാരീഡ് ഗേൾ പറയുന്നുണ്ട്, അതാ അവർ വരികയാണ്, എന്നെ അവർ കൊണ്ടുപോകും, നിങ്ങൾ അവരെ കണ്ണി കാണാതെ എവിടെയെങ്കിലും മാറി നിൽക്കും, നിങ്ങൾ രക്ഷപ്പെടും, ഒളിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വെള്ളത്തിന്റെ ചുഴലി വന്ന് അവളെ എടുത്ത് കറക്കി ഷൂന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇത് കണ്ടത് എല്ലാവരും പേടിക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. അവളെ എന്തോ ഒരു സാധനം വലിച്ചുകൊണ്ട് ആ മഴയത്ത് കൊണ്ടുപോകുന്നത് ഇവർ കാണുന്നുണ്ട്. സഡൻ ആയിട്ട് വലിയൊരു ഫ്ലാഷ് വരും. ആ ഫ്ലാഷിൽ അവരുടെ കണ്ണ് മങ്ങി അവർ കണ്ണടച്ച് ഒന്ന് തുറക്കുമ്പോഴേക്കും അവിടെ എല്ലാം നോർമൽ ആയിട്ടുണ്ടാവും. അവളെയും കാണാനില്ല. അവിടെ ഒരു എന്താ പറയില്ലേ, ആട് കിടന്നിടത്ത് പൂട പോലും ഉണ്ടാവില്ല എന്ന്, അതുപോലെ ഒരു അവസ്ഥയായിട്ട് മാറും. നെക്സ്റ്റ് ഡേ അവർ ഫാമിലി മീറ്റിംഗ് ആണ് കൂടുന്നത്. ഫാമിലി മീറ്റിങ്ങിൽ നമ്മുടെ റൂത്ത് വരച്ച ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട്. അവൾ ഓരോ മഴത്തുള്ളിക്ക് വെള്ളത്തിനൊക്കെ ഓരോ മുഖവും ഷേപ്പും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓരോ മഴത്തുള്ളിക്കും ഓരോ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, ഇതെന്നതാന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ കണ്ട കാര്യങ്ങൾ ഞാനതെല്ലാം അന്നേ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ എന്ന് റൂത്ത് ഇവരോട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്തുണ്ടെങ്കിലും നീ ഞങ്ങളോട് പറയണം, നീ ആയിട്ട് ഒന്നും ചെയ്യരുത് എന്ന് റൂത്തിനോട് പറയുന്നുണ്ട്. റൂത്ത് ആ ഓക്കെ എന്നും പറയുന്നുണ്ട്. പിന്നെ റൂത്തിനോട് പറയുന്നുണ്ട്, ഇതെല്ലാം കെട്ടുകഥയാണ്, നീ കാണുന്നതൊന്നും റിയൽ അല്ല, ഇതെല്ലാം നീ ഒറിജിനലാണെന്ന് വിശ്വസിക്കരുതെന്ന് പറയുന്നുണ്ട്. ശരി ഡാഡ് എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രഹാം ചോദിക്കുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ ചോദിക്കുന്നുണ്ട്. അതിനവർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഗ്രാൻഡ്പയുടെ വീടാണ് കാണിക്കുന്നത്. ഗ്രാൻഡ്മ മരിച്ചത് കൊണ്ട് തന്നെ ഒരു തുണിയിട്ട് മൂടി വെക്കുന്നുണ്ട്. കാരണം അവർക്ക് പുറത്തുകൊണ്ട് കളയാനോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതൊക്കെ ജോഷ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വീട്ടിലും എന്തൊക്കെ നടക്കുന്നത് ജോഷ് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ചില വീട്ടിലെല്ലാവരും അടി കൂടുന്നുണ്ട്. ചില വീട്ടിലുള്ളവർ കാണിക്കുന്ന മെഡിസിൻ ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഗ്രാൻഡ്പ ആണെങ്കിൽ ഗ്രാൻഡ്മയുടെ ശവശരീരം അടക്കാൻ പറ്റാതെ അതിനടുത്ത് നിന്ന് സങ്കടപ്പെടുന്നത് കാണുന്നുണ്ട്. ജോഷ് ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിള്ളേര് ജോഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ജോഷ് പറയും, നിങ്ങൾ എന്നെ അങ്ങോട്ട് വരുന്നത്, നിങ്ങൾ പോയി എക്സസൈസ് ചെയ്യും. അപ്പോൾ അവൻ പറയും, ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ജോഷ് പറയും, ഇനി ഒരു റൗണ്ടും കൂടി പോയി ചെയ്തിട്ട് വരാൻ പറയും. ഗ്രഹാം വീട്ടിന് ചുറ്റും റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. മറ്റേ ചെറുത് റൂത്ത് അവൾക്കറിയുന്ന എന്നാ പറയാന്നറിയത്തില്ല, ഇങ്ങനെ കയറി കെട്ടി ഇങ്ങനെ ആടിക്കളിക്കും. അതിനെന്നാ പറയാന്നറിയില്ല. അവൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ഇങ്ങനെ വീട്ടിൽ ക്രാക്കൊക്കെ ഉണ്ടല്ലോ, ആ ക്രാക്ക് കുറച്ചുകൂടി വിടുന്നതായിട്ട് കാണും. ചിമ്മിണി ഉണ്ടല്ലോ, ഈ ഫയർ കത്തുമ്പോൾ അതിന് പുക പോകാനുള്ള സാധനം, അവിടെ നിന്ന് അവർ മെറ്റൽ കഷ്ണം എന്തോ വന്ന് താഴെ വന്ന് ടമാന്ന് പറഞ്ഞിട്ട് വീഴും. അപ്പോൾ അവരെന്താ ചിമ്മിണിക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആഴം നോക്കി മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ മേലെ ഒരാൾ പോയേ ആകണം എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തുന്നുണ്ട്. സോ അതിനായിട്ട് ഈ ചിമ്മിണിനുള്ളിൽ കൊള്ളാൻ ഈ ചെറുതിന് മാത്രമേ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ വെച്ചാൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ചിമ്മിണി ഇടിഞ്ഞു വീണാൽ പിന്നെ വീട് നിൽക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ റൂത്താണ് മേലെ കയറി നോക്കുന്നത്. റൂത്ത് കൈയെല്ലാം മേലെ എത്തണവരെ പോകുന്നുണ്ട്. എൻ്റെ കൈ മേലെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. റൂത്തിൻ്റെ കൈ മേലെ വന്നതും പിന്നെയും മഴക്കാറ് വന്ന് മഴ പെയ്യാൻ തുടങ്ങും. സോ പാരൻസ് ഒക്കെ പറയുന്നുണ്ട്, വേഗം താഴെ വാ, അവിടെ നിൽക്കണ്ട, വേഗം വരാൻ പറയുന്നുണ്ട്. റൂത്ത് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. റൂത്ത് നോക്കുമ്പോൾ കാസ് കിടക്കുന്നുണ്ടാവും. എന്നാ കാസിന് വയ്യാത്ത, കാസ് എന്നാ കിടക്കണം നോക്കുമ്പോൾ റൂത്തിന്റെ അമ്മ പറയും, ആൻ പറയും, കാസിന് വയസ്സായി, അതുകൊണ്ടാണ് മക്കളെ, കുഴപ്പമില്ല, നിങ്ങൾ റൂമിലേക്ക് പോകാൻ പറയും. ആനിന്റെ ചെവിയിൽ ജോഷ് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേട്ടതും ആൻ പിള്ളേരെയും കൊണ്ട് റൂമിലേക്ക് പോയിട്ട് ചെവി അടച്ചു പിടിക്കാൻ പറയുന്നുണ്ട്. അതേസമയം ജോഷ് തൻ്റെ ഗണ്ണ് ഉപയോഗിച്ച് കാസിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം മെഡിസിൻ ഇല്ല, കാസിനാണെങ്കിൽ ഹാർട്ട് പ്രോബ്ലം ആണ്, അത്രയും പെയിൻ അനുഭവിച്ച് ഇരിക്കുന്നതിനേക്കാളും നല്ലത് അവനെ കൊല്ലുന്നതാണെന്ന് അവൻ തീരുമാനിച്ചു. കാസ് പോയതിൻ്റെ സങ്കടത്തിൽ ഫാമിലി ഫുള്ള് ഇരുന്ന് കരയുന്നുണ്ട്. ജോഷും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവർക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. കാസിനെ നമ്മൾ എന്ത് ചെയ്യും, എവിടെ കൊണ്ട് ഇവനെ നമ്മൾ അടക്കും എന്ന് ജോഷിനോട് ആൻ ചോദിക്കുമ്പോൾ ജോഷ് പറയും, നമുക്ക് വേറെ ഓപ്ഷനേ ഇല്ല, നമ്മൾ കാസിൻ്റെ മീറ്റ് കൂടെ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. സോ അതിന് ആൻ ഒന്നും പറയില്ല. ആൻ എന്തോ നടക്കട്ടെ, ഞാൻ ഇതിലൊന്നും ഇല്ല, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അവൾ മാറിപ്പോകും. അങ്ങനെ കാസിനെ കട്ട് ചെയ്യും. കാസിൻ്റെ ഇറച്ചിയെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ബാലൻസ് വന്ന വേസ്റ്റ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻ പറയും, പിള്ളേർ ഉറങ്ങിയ ശേഷം ചിമ്മിണിയിൽ വെച്ച് നീ കത്തിച്ചേക്ക്. കത്തിക്കാൻ പോകുന്ന സമയത്താണ് പുറത്ത് ഒരു ഡോഗിനെ കാണുന്നത്. ശരി, വെറുതെ കളയണ്ട, ആ ഡോഗിനുള്ള ഫുഡെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിമ്മിണി വഴി ആ ഡോഗിന് ജോഷ് ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മണത്ത് ചുറ്റും നടന്നെങ്കിലും പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ചായി. സഡനായിട്ട് കാറ്റും മഴയും ഒക്കെ വരാൻ തുടങ്ങും. മഴ പെയ്തു തുടങ്ങും. അപ്പോൾ ജോഷ് ഗ്ലാസ്സിൽ അവൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ കൈ വെച്ചതിൽ ആ മഴത്തുള്ളി എല്ലാം ചേർന്ന് അവൻ്റെ കൈയിൻ്റെ ഷേപ്പിൽ അങ്ങനെ മാറും. നമ്മുടെ വെയിൻസ് ഒക്കെ കാണില്ലേ, അതുപോലെ അവൻ്റെ കൈയുടെ ഷേപ്പിൽ മഴവെള്ളം ഇങ്ങനെ വലിഞ്ഞോണ്ടൊരു പ്രത്യേക ആകൃതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്, ഈ മഴ
ഒരു പ്രത്യേക രൂപത്തിൽ മാറുകയും അവരെന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തൻ്റെ മകൾ പറഞ്ഞത് ശരിയാണ് എന്നും ജോഷിന് മനസ്സിലാവും, അല്ലെങ്കിൽ ജോഷിന് തോന്നും. നെക്സ്റ്റ് പിള്ളേരെയാണ് കാണിക്കുന്നത്. റൂത്ത് ഗ്രഹാമിനോട് പറയാണ്, ഏലിയൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ, ചിലപ്പോൾ ഇത് ഏലിയൻസ് ആണെങ്കിലോ പിള്ളേർ ചെയ്യുന്നത്. അപ്പോൾ ഗ്രഹാം പറയും, നീ ഒന്ന് പോയേ, അങ്ങനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് റൂത്ത് ഒരു ചെടി എടുത്തിട്ട് വെയിൽ കൊള്ളാനായിട്ട് വിൻഡോന്റെ സൈഡ് കൊണ്ടുവയ്ക്കും. കറക്റ്റായിട്ട് ആ സമയത്ത് നല്ല മഴ അങ്ങോട്ട് വരും. അപ്പോൾ ജോഷ് എല്ലാവരുടെ പറയും, വിൻഡോ ക്ലോസ് ചെയ്യും, വിൻഡോ ക്ലോസ് ചെയ്യും, എല്ലാവരും വിൻഡോന്റെ അടുത്ത് നിന്ന് മാറുക, വിൻഡോ ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. റൂത്ത് കുറച്ച് ലേസി ആയിട്ട് നിൽക്കണം കാണുമ്പോൾ റൂത്തിനോട് പറയുന്നുണ്ട്, റൂത്ത് നിന്നോട് പറഞ്ഞു കേൾക്കില്ല വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ. സോ എല്ലാവരും ചറപറാന്ന് പറഞ്ഞിട്ട് അവർ വിൻഡോ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൾ മാത്രം ഇങ്ങനെ ലേസി ആയിട്ട് മടിച്ച് നിൽക്കുക. അപ്പോൾ ഗ്രഹാം പറയും, നിന്നോടല്ലേ ഡാഡി പറയണത് ക്ലോസ് ചെയ്തിട്ട് വരാൻ. റൂത്ത് വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഗ്രഹാമിനെ തെറി വിളിക്കുന്നുണ്ട്. ആൻ അവളെ ചീത്ത പറയുന്നുണ്ട്. ജോഷ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെന്നാ ഇവള് ഇങ്ങനെയൊക്കെ പഠിക്കണേന്ന്. റൂത്ത് ഇങ്ങോട്ട് വാ, മഴ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്ന് ജോഷ് റൂത്തിനോട് പറയുന്നുണ്ട്. റൂത്ത് വന്ന് ഇരുന്നെങ്കിലും അവളുടെ ചെടി അവിടെ നിന്ന് എടുക്കാൻ മറന്നു. സോ കൂടെ വന്നിരുന്ന അവള് തിരിച്ച് ചെടിയെടുക്കാൻ വേണ്ടി ആ വിൻഡോന്റെ അടുത്തേക്ക് ഓടും. തിരിച്ച് എടുത്തിട്ട് വരുമ്പോൾ അവളുടെ പിറകിൽ ഒരു വലിയൊരു രൂപം വന്ന് അവളെ ആക്രമിക്കാനായിട്ട് വരും. അത് കണ്ട് ഇവർ പേടിക്കുമെങ്കിലും അവൾ പേടിച്ച് അവിടെ തന്നെ വിറങ്കലിച്ചിരിക്കും. ഇവരുടെ അടുത്തേക്ക് പോകില്ല, ഇവർ സൗണ്ട് ഉണ്ടാക്കില്ല. സോ ആ രൂപത്തിന് മനസ്സിലായി ഈ വീട്ടിനകത്ത് ആരോ ഉണ്ടെന്ന്. ജോഷും ആനും അവളോട് സൗണ്ട് ഉണ്ടാക്കരുതെന്ന് ആക്ഷനിലൂടെ കാണിക്കുന്നുണ്ട്. അവൾ അനങ്ങാതെ സൗണ്ട് ഉണ്ടാക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇവരും എങ്ങോട്ടും അനങ്ങണില്ല. ഇവരും അനങ്ങാതെ സൗണ്ട് ഉണ്ടാക്കാതെ നിൽക്കുകയാണ്. കുറച്ചു നേരത്തിൻ്റെ ഉള്ളിൽ ആ രൂപം എങ്ങോട്ട് പോയി. റൂത്ത് പേടിച്ച് വരച്ച പാരൻസിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അടുത്ത കാണിക്കുന്ന ഡിന്നർ ടൈം ആണ്. റൂത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഫുഡ് പോരാ, എനിക്ക് ഇനിയും ഫുഡ് വേണം, എനിക്ക് വയറ് നിറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ജോഷ് പറയുന്നുണ്ട്, എന്നാ നീ എൻ്റെ ഫുഡ് കൂടെ കഴിച്ചോ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാം, എനിക്ക് ആ ഫുഡ് വേണ്ട, ഞാൻ ഫ്രിഡ്ജ് നോക്കട്ടെ. അവൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കാൻ പോകുമ്പോൾ ആന് വന്ന് തടുക്കുന്നുണ്ട്. അപ്പോൾ ജോഷ് പറയുന്നത്, കുഴപ്പമില്ല, അവൾ കണ്ടോട്ടെ, തുറന്നു കൊടുക്കുക. സോ അവൾ തുറന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. 1-2 ക്യാരറ്റ് ഇരിക്കുന്നുണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. സോ അത് കാണുമ്പോൾ അവൾക്ക് സങ്കടമാവും. പിറകിൽ ഗ്രഹാം വന്ന് നോക്കുന്നുണ്ട്. അപ്പം ആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണണോ എന്താ ഈ വീട്ടിലുള്ളതെന്ന്. ഓരോ ഡോറായിട്ട് എല്ലാം തുറന്ന് അവൾ കാണിച്ചു കൊടുക്കുക. എല്ലാ കബോർഡും തുറന്ന് കാണിക്കുന്നുണ്ട്, ഒന്നുമില്ല, ഫുഡ് എം ടി ആണ്. സോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആന് തലകറങ്ങി വീഴുന്നുണ്ട്. ആനിന് വയ്യ. സോ കാരണം പാരൻസ് രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ട് കുറേ ദിവസമായി. കുട്ടികൾക്ക് ഫുഡ് തികയാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും പട്ടിണി കിടക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ഗ്രഹാം അവൻ്റെ ഓമനിച്ച് വളർത്തുന്ന ഫിഷിനെ എടുത്ത് അവൻ കട്ട് ചെയ്തിട്ട് പാരൻസിന് കൊണ്ടുവന്ന് നീട്ടും. ഡാഡി, ഞാൻ കറക്റ്റായിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് തൽക്കാലം ഇത് കഴിക്കാമല്ലേ മമ്മി, അങ്ങനെ പറഞ്ഞിട്ട് അവൻ ഡാഡിയുടെ മമ്മിയുടെ അടുത്ത് അവൻ സംസാരിക്കും. അത് കാണുമ്പോൾ തന്നെ ഇവർക്ക് സങ്കടം, ഇവർ കരയാൻ തുടങ്ങും. റൂത്തിന് താൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായി തിരിച്ചു വന്നിട്ട് പാരൻസിനെ കെട്ടിപ്പിടിച്ച് അവളും വന്ന് ഇരിക്കുന്നുണ്ട്. ജോഷ് അപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എൻ്റെ മക്കൾ, എൻ്റെ വൈഫ്, അവരെനിക്ക് നഷ്ടമാവും, അവർക്ക് ഫുഡ് വേണം. സോ ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്തേ പറ്റുള്ളൂ. ഞാനൊരു എഞ്ചിനീയറാണ്, എനിക്ക് ട്രാപ്പ് ഉണ്ടാക്കാൻ പറ്റും. സോ അതുവഴി എൻ്റെ വീട്ടിലുള്ളവർക്ക് ഫുഡ് കൊടുക്കാം. സോ അവൻ ഓരോന്നും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ട്രാപ്പിൽ വെക്കുന്നതിനായി വീട്ടിലുണ്ടായിരുന്ന ഡോഗിയുടെ മീറ്റ് അവർ യൂസ് ചെയ്യും. ഇവർ കഴിക്കില്ല, പക്ഷെ ട്രാപ്പിൽ വെക്കാനായിട്ട് ഇവർ ഡോഗിൻ്റെ മീറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഫസ്റ്റിലെ അറ്റംപ്റ്റ് ഇവർ ഫെയിലാവും. ഫസ്റ്റിലെ അറ്റംപ്റ്റിൽ ഒരു നെരിയായിരിക്കും പെടുക. ആ നെരി ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. കാരണം ആ കയറിന് അത്ര ബലം ഉണ്ടാവില്ല. കയറ് പൊട്ടി കെണി താഴെ വീണ് നെരി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണതും തല ചുറ്റിയിട്ട് വയ്യാതാവുന്നതൊക്കെ അവൻ്റെ വൈഫ് ശ്രദ്ധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് കിഡ്നി ബീൻസ് കൊണ്ടുവന്നിട്ട് അവന് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കും, നീ എന്തെങ്കിലും കഴിച്ചാലേ നിനക്ക് അതിനനുസരിച്ച് പണിയെടുക്കാൻ പറ്റുള്ളൂ എന്ന്. സോ അവനങ്ങനെ ആക്രാന്തത്തിൽ, കാരണം കുറേ ദിവസം കഴിക്കാത്തല്ലേ, ആക്രാന്തത്തിൽ വാരി കഴിക്കുന്നുണ്ട്. അതിനിടയിൽ അവനൊരു ക്യാരറ്റ് കിട്ടുമ്പോൾ അവൻ ആലോചിക്കുന്നുണ്ട്, എന്തിനാണ് വലുതിനെ പിടിക്കുന്നത്, ശരി ചെറുത് നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ക്യാരറ്റ് വെച്ച് അവൻ ചെറിയ അനിമൽസിനെ എയിം ചെയ്യുന്നുണ്ട്. സക്സസ്ഫുള്ളി അവരൊരു അണ്ണാനെ പിടിക്കുകയും അതിനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ പൂന്തോട്ടമാണ് കാണിക്കുന്നത്, വെജിറ്റബിൾ തോട്ടമാണ് കാണിക്കുന്നത്. അതെല്ലാവരും ഈ താഴത്തെ ഫ്ലോർ ഉണ്ടല്ലോ, ആ ഫ്ലോറിൽ വുഡൊക്കെ എടുത്ത് മാറ്റി ആ മണ്ണിൽ അവർ കുട്ടി ഫാമിംഗ് തന്നെ തുടങ്ങി. ഇവിടെ നമ്മുടെ ജോഷ് ആണെങ്കിൽ മികച്ച രീതിയിൽ തന്നെ ട്രാപ്പുകളൊക്കെ കണ്ടുപിടിക്കാനും അത് യൂസ് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാവരും ചേർന്ന് ഒരു നൈറ്റ് മൂവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഡൻ ആയിട്ട് പവർ കട്ടാവും. സോ ആ ഏരിയയിലുള്ള ഫുൾ കറണ്ടും പോകും. അപ്പോൾ ജോഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ പാനിക് ആവുന്നത്, നമുക്കിത് ഓൾറെഡി അറിയാവുന്നതല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴാണെങ്കിലും പവർ കട്ടാവും എന്നുള്ള കാര്യം. സോ വറീഡ് ആവണ്ട. അങ്ങനെ ഒരു 5 വർഷം വീണ്ടും പോയിരിക്കുന്നു. ആ 5 വർഷം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് ആ തക്കാളി ചെടിയും അവരുടെ ആ ഫാമിംഗ് ഒക്കെ വളരെ വലുതായി, ചെടികളൊക്കെ വളർന്ന് അവരെക്കാളും ഹൈറ്റിൽ വളർന്ന് നല്ല പന്തലിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അവിടെ നിന്ന് തന്നെ കിട്ടുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ആ 5 വർഷം കഴിഞ്ഞ ശേഷമുള്ള ആനിനെയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ആനിന് കുറച്ച് വയസ്സായിരിക്കുന്നു.
ഗ്രഹാം ആണെങ്കിൽ ഒരു ടീനേജർ ആയിരിക്കുന്നു. അവൻ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പിയാനോ വായിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഫുൾ ടൈം അവൻ പിയാനോ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത റൂത്തിനെയാണ് കാണിക്കുന്നത്. റൂത്ത് വരച്ച് 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 ചുമരിലൊക്കെ വരയ്ക്കാൻ തുടങ്ങി. എല്ലാവരുടെയും ബർത്ത്ഡേ മന്ത് എല്ലാം അവള് ചുമരിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സോ റൂത്തും വലുതായിരിക്കുന്നു. മനുഷ്യവാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിന് പുറത്ത് നോക്കുമ്പോൾ ഫുള്ള് പച്ചപ്പാണ്. അവിടെ കരടികളും വന്യമൃഗങ്ങളും പലതും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോഷ് തന്റെ ട്രാപ്പ് എല്ലാം വലുത് വലുതാക്കി വലിയ വലിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ജോഷിനെ കണ്ട 5 വർഷമായിട്ട് കുളിയും നനയൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഇരിക്കുകയെന്ന് തോന്നിപ്പോവും. മുടിയൊക്കെ വളർന്ന് ആൾ ഒരുമാതിരി ആയിരിക്കുന്നു. എവിടുന്നോ വന്നൊരു നെരി 2 കല്ലുകൾക്കിടയിൽ ഓടിപ്പോയി ഭയന്ന് വിളിക്കുന്നു. എന്താ നോക്കുമ്പോ മഴ വരിക. മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോഴും എല്ലാവർക്കും മഴയെ പേടിയാണ്. മഴ വരുമ്പോ എല്ലാവരും ഒളിഞ്ഞിരിക്കുക. റൂത്ത് ആണെങ്കിൽ വിൻഡോ ക്ലോസ് ചെയ്യുന്നുണ്ട്. റൂത്ത് മാത്രമല്ല, എല്ലാരും എല്ലാ വിൻഡോയും ക്ലോസ് ചെയ്തിട്ട് വീടിനകത്താണ് ഇവരെല്ലാരും ഇരിക്കുന്നത്. ആൻ ജോഷിന് മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്രഹാമിനോട് ചോദിക്കുന്നു, ഗ്രഹാം നിനക്ക് ഞാൻ വെട്ടിത്തരട്ടെ നിന്റെ മുടി? അപ്പൊ ഗ്രഹാം അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ ദേഷ്യപ്പെട്ട് എന്നൊരു സ്ഥാനത്തിൽ പോകുന്നുണ്ട്. പ്രായത്തിന്റെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ജോഷ് ആണെങ്കിൽ തന്റെ ട്രാപ്പിംഗ് മെഷീൻ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആക്കിയിരിക്കുന്നു. സോ ഫുൾ അഡ്വാൻസ്ഡ്. അതേപ്പറ്റി ആനിനോട് ജോഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ആൻ ഉറങ്ങി കിടക്കുമ്പോൾ അവളുടെ അടുത്തിലേക്ക് ഒരു ലൈറ്റ് വരികയും മെയിൻ ഡോറ് ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്കൊന്നും വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഓപ്പൺ ആയത് ടപാന്ന് പറഞ്ഞിട്ട് ഒറ്റ അടയ്ക്കലുണ്ട്. ആ അടയ്ക്കലില് വാളിലെല്ലാം ക്രാക്ക് വീഴുന്നുണ്ട്. നിലത്ത് ആ ചെടി നിൽക്കുന്നിടത്ത് ഒരു വുഡ് തെറിച്ച് എണിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ആ പലക തെറിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവള് ചെക്ക് ചെയ്യുന്നുണ്ട്, താൻ കണ്ടത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി. അവൾ പോയി ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും അവൾ എന്താണോ കണ്ടത് അതെല്ലാം നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് അവൾ ആരോടും ഷെയർ ചെയ്യുന്നുമില്ല. പിന്നെ അവൾ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് മണ്ണ് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മാത്രമല്ല മണ്ണെല്ലാം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ചെടികളെല്ലാം കരിഞ്ഞു പോകും. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോഷ് തന്റെ കാറ് ശരിയാക്കിയിട്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്, നോക്ക് നമ്മുടെ കാറ് ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ജോളിയായിട്ട് എല്ലായിടത്തും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജോഷിനോട് തന്റെ മകൻ ഗ്രഹാം പറയുന്നുണ്ട്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്, ആവശ്യമില്ലാത്ത ഇത് ചെയ്യണ നേരം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി വേറെ വല്ലതും കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു, ഇതൊക്കെ വേസ്റ്റ് ആണെന്ന്. ഗ്രഹാം പറഞ്ഞത് ജോഷിന് ഒട്ടും ഇഷ്ടാവില്ല. ഗ്രഹാമിനോട് ജോഷ് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൻ ജോഷിനോട് സംസാരിക്കാൻ, നിങ്ങളിപ്പോൾ പഴയ പോലെയല്ല, പിള്ളേരുടെ കൂടെയോ എൻ്റെ കൂടെയോ ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഭർത്താവിനെയും എൻ്റെ പിള്ളേര് അവരുടെ ഫാദറിനെയും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഴയ പോലെയാവ്, നീ ഒരുപാട് മാറി. അപ്പം പറയാ, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്. എന്തിന്? നമുക്ക് ആവശ്യത്തിന് ഫുഡ് ഉണ്ട്, നമുക്ക് എല്ലാ ആവശ്യത്തിനുണ്ട്. എന്തിനാണ് മറുപടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ മാത്രമല്ല ഞങ്ങളും കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ കുറേ അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവനെ അത് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട്. അടുത്ത മഴ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പറയുന്നുണ്ട് കട്ടണുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഗ്രഹാമും ജോഷും കൂടി വഴക്കിടുന്നുണ്ട്. അതിൽ ഗ്രഹാം കുറച്ച് സൗണ്ട് ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആ ജീവി ഇവന്റെ സൗണ്ട് കേൾക്കുകയും ആ ഡോറിനടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇത് ജോഷ് കാണുകയും ജോഷ് ആക്ഷൻ കാണിക്കുന്നത് മിണ്ടായിരിക്കും സൗണ്ട് ആണില്ല. പക്ഷെ ഒന്ന് വൈകിപ്പോയി. ആ ജീവി പതിയെ ആ ഓർഡർ കൊണ്ട് ആ ഡോറ് തനിയെ ഓപ്പൺ ആക്കുകയും ആ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുമ്പേ എല്ലാവരും ഹൈഡ് ചെയ്യുന്നുണ്ട്. റൂത്ത് നേരെ പോയിട്ട് ചെടി വെച്ചിട്ടുള്ള അവിടെ പോയിട്ടാണ് ഒളിയുന്നത്. ചെടിയുടെ അടുത്തുള്ള പലകയുടെ അടിയിൽ വെറും എംപ്റ്റി സ്പേസ് ആണ്, അവിടെ മണ്ണില്ല. ഒരിക്കൽ ആൻ പറയുന്നുണ്ടായിരുന്നു മണ്ണ് ഇറങ്ങിയിട്ടുണ്ട്, പലക മാത്രമേ ഉള്ളൂ എന്ന്. സോ അവിടെ പോയിട്ടാണ് റൂത്ത് ഒളിയുന്നത്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ജീവി വളരെ വൃത്തിഹീനവും കാണുമ്പോൾ തന്നെ എന്ന് വഴുവഴുന്നുള്ള ഒരു സംഭവമായിട്ടാണ് ആ ജീവി വന്നിരിക്കുന്നത്. ഒരു ഓക്ടോപസിന്റെ ടെന്റക്കിൾസ് ഒക്കെ ഉള്ള ഒരു പ്രത്യേകതരം, ഞണ്ടിന്റെ കാലൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം ജീവി. അതിനെ നമുക്ക് ഇങ്ങനെയാണെന്നൊരു ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു ഒരു രൂപമുള്ള ഒരു ജീവിയായിരുന്നു അത്. അകത്തേക്ക് വന്നപാടെ അവിടെയുള്ള വെള്ളത്തിലൊക്കെ ഉപ്പ് കലരുന്നുണ്ട്. എല്ലാം വെള്ള 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 എങ്ങനെയാവുണ്ട്, അതൊക്കെ ഉപ്പാണ്. അവിടെ അവർ വളർത്തുന്ന ചെടി, ആ ചെടിയിലും ഉപ്പാക്കുന്നുണ്ട്. സോ അവിടെയൊക്കെ ഉപ്പ് വെള്ളം കൊണ്ട് നിറച്ച് അവിടെയൊക്കെ ചെടിയെല്ലാം നശിപ്പിച്ച് കരിച്ചു കളഞ്ഞിട്ടാണ് ഈ ജീവി പോണത്. അവരെ ഒരുപാട് തെരഞ്ഞെങ്കിലും ആ ജീവിക്ക് ഇവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സോ ഇനിയിപ്പൊ ഞാൻ മിസ് ചെയ്തിട്ട് പോവാണെങ്കിൽ കൂടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചെടിയൊക്കെ നശിച്ചു എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ചത്തുവെക്കോളും. സോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും മൊത്തത്തിലൊരു പണി കൊടുത്തിട്ടാണ് ആ ഭീകരജീവി ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. മച്ചിമേൽ ഒളിച്ചിരുന്ന ഗ്രഹാം ഡോർ ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ടിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും
പാരൻസ് അവനെ വന്ന് ഗ്രാബ് ചെയ്യും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് മിസ്ഡ്, ഞാൻ അത്രയും അടുത്തായിരുന്നു, അത്രയും അടുത്തെത്തി, എനിക്ക് പക്ഷെ പുറത്തു പോകാൻ പറ്റിയില്ലല്ലോ, എന്തിന് നമ്മൾ എന്തിന് ഇതിനകത്ത് കിടക്കണം, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണം, നമ്മൾ എത്ര കാലം ഇവിടെ തന്നെ ഇരിക്കും, ഇവിടെയും സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറേ സങ്കടത്തിൽ അവൻ എന്തൊക്കെയോ വിളിച്ചു പോകുന്നുണ്ട്. സഡനായിട്ട് മഴയൊക്കെ പോകുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട്. അവർ അഗെയിൻ ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല. റൂത്ത് ഇത് ഏത് തരത്തിലുള്ള അനിമലാണെന്ന് കുറെ സെർച്ച് ചെയ്യുന്നുണ്ട്. അവളുടെ ഫാദറോടും ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഒക്ടോപ്പസ് അല്ല, മെർമെയ്ഡ് അല്ല, അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ല. ചുമ്മാ കുറെ ഗസ് അടിച്ചിട്ട് അവൾക്ക് അറിയുന്ന പോലെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊന്നും ജോഷ് മറുപടി കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ജോഷും വൈഫും കൂടി നല്ല പൊരിഞ്ഞ ചണ്ട. വേറൊന്നുമല്ല, ആ ചെടിയൊക്കെ കരിഞ്ഞു പോയി, ഇനി നമ്മൾ ഫുഡിന് എന്ത് ചെയ്യും, ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഇവിടെ ഇരുന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഫൈറ്റ്. അതിന് ജോഷ് അവളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, വായി വരുന്നതൊക്കെ അവൻ വിളിച്ച് പറയുന്നുണ്ട്. ഇവര് വഴക്ക് കൂടുന്നതിന്റെ ഇടയിൽ ട്രാപ്പിൽ ഒരു അനിമൽ പെട്ടിട്ട് ആ അനിമലിനെ നമ്മുടെ റൂത്ത് കൈകൊണ്ട് എടുക്കുന്നുണ്ട്. എടുത്ത വഴിക്ക് ആ അനിമല് അവളുടെ കയ്യിലൊന്ന് കടിക്കുന്നുണ്ട്. കടിച്ചത് അവൾ നിലവിളിച്ച് അതിനെടുത്ത് എറിയുന്നുണ്ട്. നിലവിളി കേട്ടിട്ട് പാരന്റ്സ് രണ്ടുപേരും ഓടി വരുന്നുണ്ട്. നോക്കുമ്പോൾ ഈ അനിമൽ ഇവളുടെ കയ്യിൽ കടിച്ചിട്ടുണ്ട്. ആ ദേഷ്യം വന്ന ജോഷ് അനിമലിനെ കയ്യിലെടുത്തിട്ട് അതിന്റെ കഴുത്ത് നെരിച്ച് രണ്ടാക്കിയിട്ട് താഴെ ഇടുകയും ചെയ്യുന്നുണ്ട്. അതായത് അനിമലെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ റൂത്തിന് ഇൻഫെക്ഷൻ ആവുകയും ആ ഇൻഫെക്ഷനിലൂടെ പനി പടരുകയും ചെയ്യുന്നുണ്ട്. പനി മാറണേയില്ല, അവൾ കുറച്ച് സീരിയസ് കണ്ടീഷനിലാവുന്നുണ്ട്. ലാസ്റ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ തുള്ളി വെള്ളം കൂടെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും ഒരു മാറ്റവും ഉണ്ടാവില്ല. ആൻ പറയുന്നുണ്ട്, ആന്റിബയോട്ടിക് എടുത്താൽ മാത്രമേ മാറുകയുള്ളൂ, ഇത് കുറച്ച് സീരിയസ് ആണ്, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ജോഷ് തന്റെ കാർ ഉപയോഗിച്ച് ഹിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു ഡോറിൽ. പക്ഷെ അത് ഓപ്പൺ ആവണില്ല. അവൻ ആക്സിഡന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ആക്സിഡന്റ് ആയ സൗണ്ട് കേട്ടിട്ട് മകനും വൈഫും വന്ന് ഇവനെ വണ്ടിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അവനെ വണ്ടി ഹിറ്റ് ചെയ്തിട്ട് നിലം ഇടിഞ്ഞ് താഴോട്ടൊരു കുഴിയായത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ കുഴി കണ്ടപ്പോൾ ഇവരെ കുതറി വിട്ടിട്ട് അവൻ അവിടെയുള്ളൊരു കമ്പി വെച്ചിട്ട് എത്ര ആഴം ഉണ്ടെന്ന് നോക്കും. സോ ഇതുപോലെ എല്ലായിടത്തും അവൻ ആഴം മെഷർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവൻ പറയണെന്ന് വെച്ചാൽ, നമുക്ക് എവിടെയെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല, ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ എവിടെയാണോ ആഴം കൂടുതൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവൾ പറയണ്ട്, വേണ്ട, നീ ഒന്നും ചെയ്യില്ലേ, നീ ഒന്ന് കുറച്ച് സമാധാനത്തിലിരിക്കുക, നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാം, നീ ഭ്രാന്ത് പോലെ എല്ലാം തല്ലി ഉടയ്ക്കില്ലേ എന്ന് പറഞ്ഞ് ജോഷിനോട് ആൻ പറയുന്നുണ്ട്. പക്ഷെ ജോഷ് വാഷ്റൂമിനടുത്തുള്ള ടൈൽസ് പൊട്ടിക്കുമ്പോൾ അവിടുന്ന് ഒരു നല്ല ആഴത്തിലൊരു ഹോള് കണ്ടുപിടിക്കുന്നുണ്ട്. അവൻ ഇവളോട് കാണിക്കുന്നുണ്ട്, കണ്ടോ, ഈ കുഴി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൽ കൂടെ നമുക്കൊരു വഴി ഉണ്ടാവും. എന്താണെന്ന് നോക്കുമ്പോൾ ആ ഹോള് ഒരു സേവേജിൻ്റെയാണ്. സോ അതിലിരുന്ന് ആരെങ്കിലും ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ പോയാൽ അവിടെ ഡോക്ടറുണ്ട്, ഡോക്ടറെ അടുത്ത് ഉറപ്പായിട്ടും ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവും. സോ അവിടെ പോയി ഞാൻ എടുത്തിട്ട് വരാമെന്ന് ജോഷി പറയും. പക്ഷെ ആ ഹോള് അതിൻ്റെ ഉള്ളിൽ കൂടെ ജോഷിനെ കൊള്ളത്തില്ല, ആനിനെ പോകാൻ പറ്റുള്ളൂ. അപ്പം ആൻ പറയും, ഇല്ല നീ പോണ്ട, ഞാൻ പോയിക്കോളാം, എനിക്കറിയാം പോയി എടുത്തിട്ട് വരാൻ, എനിക്ക് ഈ അവസരം താ എന്ന് പറഞ്ഞിട്ട് ആൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻ കുറച്ചു ദൂരം പോയതും അവിടെ ഒരു ഭിത്തി വന്ന് തടഞ്ഞ് അവൾക്ക് അപ്പുറം പിന്നെ പോകാനുള്ള വഴിയില്ലാതാവുകയാണ് ചെയ്യുന്നത്. അവൾ കൈവച്ച് തട്ടുമ്പോൾ ആ ഇഷ്ടിക താഴെ വീണ് അത് ഓപ്പൺ ആവുന്നുണ്ട്. ഇവള് പോകുമ്പോൾ തന്നെ അവൾ ലൈറ്റിനോട് ക്യാമറ അറ്റാച്ച് ചെയ്തിട്ടാണ് വിട്ടിരിക്കുന്നത്. സോ ഇവർക്ക് ഇവിടെ ഇരുന്ന് അവൾ എന്തൊക്കെ ചെയ്യുന്നത് വാച്ച് ചെയ്യാൻ പറ്റും. സോ അവൾ ആ ഇഷ്ടിക താണ്ടിയതും ആ ക്യാമറ ഡിറ്റാച്ച് ആയിപ്പോയി, അവളെ ഒന്നും കാണാൻ പറ്റില്ല. സോ ഇവർ ടെൻഷനായി, അവൾക്ക് എന്തോ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് ജോഷ് ആ കുഴിയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രഹാം നേരെ എന്ത് ചെയ്യണമെന്നറിയാതെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്നതായിട്ട് ഗ്രഹാം നോട്ട് ചെയ്യുന്നത്. അവൻ ആ ലൈറ്റ് ആരുടെയാന്ന് നോക്കുമ്പോൾ തൻ്റെ അമ്മ അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തി എന്ന് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരോട് സിഗ്നൽ കൊടുക്കുകയായിരുന്നു. അത് കണ്ടിട്ട് നേരെ ഓടി വന്നിട്ട് ജോഷിനോട് ഗ്രഹാം പറയുന്നുണ്ട്, അമ്മ രക്ഷപ്പെട്ടു, അമ്മ അടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട്, അമ്മ അവിടുന്ന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അമ്മയ്ക്കൊരു കുഴപ്പമില്ല എന്ന്. സോ അതുകൊണ്ട് തന്നെ ജോഷ് കുറച്ച് സമാധാനപ്പെട്ട് ആ ജനലിൽ കൂടെ ആനിനെ നോക്കുന്നുണ്ട്. മാത്രമല്ല ജോഷ് ഇവിടുന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്, അവിടെ നിൽക്കണ്ട, വേഗം മെഡിസിൻ എടുത്ത് ഇറങ്ങിക്കോ അവിടുന്ന്, വേഗം വാന്ന്. ഈ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നതിനിടയിൽ കൂടെ തന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചായി മഴ വരാൻ തുടങ്ങി, മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സോ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഭീകരജീവികൾ വരാൻ തുടങ്ങും. ആക്ച്വലി മഴ പെയ്യുന്നത് കൊണ്ടാണോ ഭീകരജീവികൾ വരുന്നത്, ഇല്ലേ ഭീകരജീവികൾ വരുന്നത് കൊണ്ടാണോ മഴ പെയ്യുന്നത് എന്നറിയത്തില്ല.
ഇവള് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ വീട് വർഷങ്ങളായിട്ട് വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. മാത്രമല്ല, ആ ഗ്രാൻഡ്മ ഉണ്ടല്ലോ ഫസ്റ്റ് മരിച്ചത്, അവരുടെ അസ്ഥികളും അവരുടെ വായിനകത്ത് നിന്നൊക്കെ ഞണ്ട്, അവരുടെ വീട്ടിലൊക്കെ നിറയെ ഞണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫുൾ മിസ്റ്റീരിയസ്. അവർക്കേ മനസ്സിലായില്ല. കാരണം ഇവരും അടുത്ത് തന്നെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെയൊന്നും വെള്ളം മുങ്ങിയിട്ടില്ലോ. ഈ വീട് മാത്രം വെള്ളത്തിൽ സിങ്ക് ചെയ്തു. അങ്ങനെയൊക്കെ ഇവള് കുറേ ആലോചിക്കുന്നുണ്ട്. അതും ഞണ്ടൊക്കെ കണ്ട്. അപ്പോൾ കടൽ വെള്ളം കയറിയിട്ടുണ്ട് വീട്ടിനകത്ത്. ഇവൻ പറയുന്നത്, അതിനിടയിൽ ജോഷ് പറയുന്നുണ്ട്, വേഗം മെഡിസിൻ എടുത്ത് വാ, മെഡിസിൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആ ജീവി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ വരില്ല, മെഡിസിൻ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് ഒരടി അനങ്ങില്ല, ഞാൻ മെഡിസിൻ എടുത്തിട്ട് ഇവിടുന്ന് വരത്തുള്ളൂ എന്നവൾ പറയും. പറയുക മാത്രമല്ല, അവളുടെ കയ്യിൽ മെഡിസിൻ കിട്ടുകയും അവൾ ആ മെഡിസിൻ എടുക്കുകയും ചെയ്യും. പക്ഷേ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ബോട്ടിൽസ് താഴെ വീഴും. ആ താഴെ വീഴുമ്പോഴേക്കും അനിമൽ വരികയും ആ സൗണ്ട് കേൾക്കുകയും ഇവളെ സെർച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇവളെ ആ ക്രിയേച്ചർ കാണുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൾ ആ ക്രിയേച്ചറിൽ നിന്ന് രക്ഷപ്പെട്ട് സ്റ്റെയർ ഇറങ്ങി താഴെ വന്ന വഴി തിരിച്ചു പോകാൻ വേണ്ടി പോകുമ്പോഴുണ്ട്, സ്റ്റെയർ ഇറങ്ങുമ്പോൾ ഫുള്ള് വെള്ളം. ആ താഴെ നിന്ന് മേലോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കടലിൽ എങ്ങനെ വെള്ളം കയറുമോ അതുപോലെ. ഇവളൊന്നും നോക്കിയില്ല, ഒന്നും ആലോചിക്കാതെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അവൾ ഇറങ്ങിയത് ആ വെള്ളത്തിൽ വേറൊരു ഡെഡ് ബോഡി കണ്ട് അവൾ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഗ്രാൻഡ്പ മരിച്ചിട്ട് അയാളുടെ ഡെഡ് ബോഡിയാണ് പൊങ്ങി പാറിക്കിടക്കുന്നത്. ഇവൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ഹോള് കണ്ടുപിടിക്കുകയും അതുവഴി താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൾ ഇറങ്ങുകയാണെങ്കിൽ ഇവളുടെ കൂടെ തന്നെ ആ ക്രിയേച്ചറും വരുന്നുണ്ട്. ആ വേസ്റ്റ് വെള്ളത്തിൽ ആ ക്രിയേച്ചർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇവൾ ഏത് വഴി കൂടെയാണ് വന്നതെന്ന് അവൾക്ക് ഓർമ്മയില്ല. അവൾ എല്ലാ ഹോളിലും ഇങ്ങനെ എല്ലാ പൈപ്പിലും അടിച്ചു നോക്കുന്നുണ്ട്, ഇതാണെന്ന്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അവൾ ലാസ്റ്റ് കണ്ടുപിടിക്കുകയും ആ പൈപ്പ് വഴി അവർ കയറിട്ട് കൊടുത്ത് ഇവൾ ആ കയറ് വഴി മേലോട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവള് വരുന്നതിന് മുമ്പേ ആ ക്രിയേച്ചർ അവളെ പിടിച്ച് വലിക്കുമ്പോൾ ഇവള് കയ്യിൽ സേഫ്റ്റിക്കായിട്ട് ജോഷി ഇവളുടെ കയ്യിൽ ഗണ്ണ് കൊടുത്തിട്ടുണ്ടാവും. ഇവൾ ആ ഗണ്ണ് ഉപയോഗിച്ച് ആ ക്രിയേച്ചറെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഗണ്ണ് അവിടെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് മേലോട്ട് വീട്ടിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവള് കയറിപ്പോകുമ്പോൾ ഇവളുടെ കൂടെ തന്നെ ആ ക്രിയേച്ചറും ആ വാഷ്റൂമിൻ്റെ ഹോള് വഴി മേലോട്ട് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ചുമരെല്ലാം ഉടച്ച് അതിലുള്ള കല്ലും ഇഷ്ടികയൊക്കെ ആ കുഴിയിലേക്ക് വീഴ്ത്തിക്കൊണ്ട് ജോഷ് ആനിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇവർ നേരെ പോണത് റൂത്തിൻ്റെ അടുത്തേക്കാണ്. റൂത്തിനെ പോയതും മെഡിസിൻ എടുത്ത് കൊടുത്തത് ആൻ പറയുന്നത്, ഇപ്പം ഒക്കെ ശരിയാവും കേട്ടോ, മെഡിസിൻ കിട്ടിയില്ല, ഇനി ഒക്കെ ശരിയാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് എടുത്ത വെള്ളം ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ, ആ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് അവൾക്ക്. അടുത്ത സീനിൽ ജോഷിനെ ആനെയാണ് കാണിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഷ് പറയുന്നത്, ഞാൻ പേടിച്ചു, നിനക്ക് എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട്, നമ്മളിവിടെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ, നമുക്കിവിടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ഗ്രഹാം വരുന്നുണ്ട്. ഗ്രഹാം ജോഷിനോട് പറയുന്നുണ്ട്, അച്ഛാ, നമ്മൾ ജീവിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ സർവൈവാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ സർവൈവാണ് ചെയ്യുന്നത്. നമ്മൾ എന്തിനിങ്ങനെ ചെയ്യണം, നമ്മൾ തിരിച്ച് പോരാടണം. ഗ്രഹാം പറയുന്നതിനോട് ആനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ തിരിച്ച് പോരാടണം. നമ്മൾ എത്ര കാലം ഇങ്ങനെ പോകും, നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകണം. നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുന്നതും സേഫ് അല്ല, വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതും സേഫ് അല്ല. നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവർ ഓയിൽ ബോംബ്, പലയിടങ്ങളിലായി ട്രാപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നുണ്ട്. ആ അനിമലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഭീകര ജീവിക്ക് വേണ്ടി അവർ വെയിറ്റിങ്ങിലാണ്. അല്പനേരത്തിനുള്ളിൽ റൂത്തും ഇവരോട് കൂടെ വന്ന് ചേരുന്നുണ്ട്. റൂത്തും ഓക്കെ ആയി. ആന്റിബയോട്ടിക് എടുത്തപ്പോൾ അവൾക്കും ഓക്കെ ആയി. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഇവർ കെണികളെല്ലാം റെഡിയാക്കി വെച്ചു. കണിയല്ലാട്ടോ, കെണി, അതായത് ട്രാപ്പെല്ലാം റെഡിയാക്കി വെച്ചു. ജോഷ് നോക്കുമ്പോൾ വിൻഡോയിൽ സൈഡിൽ കൂടെയെല്ലാം വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്നതായിട്ട് അവൻ കാണുന്നുണ്ടായിരുന്നു. മാത്രമല്ല, എല്ലാ പൈപ്പിലൂടെയും വെള്ളം അകത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് തുള്ളിയായിട്ടാണെങ്കിലും പിന്നീട് കാറ്റ് വീശുന്ന ചീറിയാണ് വരുന്നത്. മാത്രമല്ല, ചിമ്മിണി കൂടെ വെള്ളം ചടാന്ന് പറഞ്ഞിട്ട് ഏതോ അടിച്ചു കയറി, മഴവെള്ളപ്പാച്ചിൽ വരുന്നത് പോലെ അടിച്ചു കയറി വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിനകത്തേക്ക്. അല്പസമയം കൊണ്ട് തന്നെ വീട് ഫുള്ളും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എവിടുന്നാന്നറിയില്ല, എവിടുന്നോ പറന്നു കെട്ടി ആ ഭീകര ജീവി അവരുടെ നേരിട്ട് പാഞ്ഞു വരുന്നുണ്ട്. വീട് ഫുള്ളും എങ്ങനെയാന്ന് വെച്ചാൽ കടലിൽ തിരയടിക്കില്ലേ, അതുപോലെ വീടിനകത്ത് തിര അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫുൾ കടൽ വൈബാണ് അതിനകത്ത് ഫുള്ളുള്ളത്. അപ്പോൾ ഇവന്റെ നേരിട്ട് ആ അനിമൽ വരുന്നുണ്ടെന്ന് മകൻ ഗ്രഹാം പറയുന്നുണ്ട്. അച്ഛയുടെ നേരിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ പറയുന്നത്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആൻ, നീ അതിന് മേലെ ഫയർ എറിയേ, എന്നാലേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, എനിക്കതിനെ കാണാൻ പറ്റുന്നില്ല എന്ന്. ആൻ നേരെ ഭീകരജീവിയുടെ മേലെ ഫയർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടതും ജോഷ് ആ അനിമലിനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു അമ്പ് പോലെ അമ്പ് വിടുന്നുണ്ട്. എന്നിരുന്നാലും ഇവർ ആ ഭീകരജീവി അടിച്ച് പരത്താനൊക്കെ ഉണ്ട്.
അത് കഴിഞ്ഞ് ഇവർ അതിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് എല്ലാവരും ചേർന്ന് ആ സ്റ്റെയർ വഴി മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓർമ്മ വരുന്നത് നമ്മുടെ ട്രാപ്പ്. ഫസ്റ്റ് ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്ന ട്രാപ്പ് എവിടെയോ പാതി കണക്ഷൻ വിട്ടിട്ടുണ്ട്. സോ അത് ശരിയാക്കാൻ ആരെങ്കിലും ഒരാൾ പോകണം. അതിനായിട്ട് ഗ്രഹാം പറയുന്നുണ്ട്, ഞാൻ പോയിക്കോളാം, എനിക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കുന്നു. സോ ഗ്രഹാം പോകുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഗ്രഹാമിന് അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. ഗ്രഹാം വിചാരിച്ചു, ഇതാണ് എൻ്റെ അവസാന നിമിഷം, കഴിഞ്ഞു, വെട്ട്. ആ സമയത്താണ് റൂഫിൻ്റെ മേലെ ഇങ്ങനെ ബബിൾസ് പോണതായിട്ട് അവൻ കാണുന്നത്. ഒരു ലൈറ്റും വരും. സോ അവന് മനസ്സിലായി, ഓക്കെ, എൻ്റെ പാരൻസ് ആണ് അത് ചെയ്യുന്നത്, അവരാണ് എനിക്ക് പോകാനുള്ള വഴി ഒരുക്കി തരുന്നത്. സോ അവിടെ നിന്ന് 2 കൈ, 2, 3, 4, 5 എല്ലാവരുടെ കൈയും കാണുന്നുണ്ട്. സോ ആ കൈ കണ്ടതും അവൻ വേറൊന്നും ചിന്തിച്ചില്ല, നേരെ അവരുടെ അടുത്തേക്ക് പറന്ന് നീന്തി പോയിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവൻ്റെ പിറകില് ആ അനിമലും വരുന്നുണ്ടായിരുന്നു. ഈ അനിമല് വരും തോറും ഇവരുടെ വീട്ടിലെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് റൂഫ് ടോപ്പിലുള്ള റൂം വരെ എത്തി. പക്ഷെ അവിടേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അനിമലെ തടയാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. അത് മാത്രമല്ല, നമ്മുടെ ജോഷിന്റെ ലെഗിനാണെങ്കിൽ പരിക്ക് പറ്റിയിരിക്കുകയാണ്. അവന് നടക്കാനൊന്നും പറ്റുന്നില്ല. ആ ഭീകരജീവിയായിട്ടുണ്ടായിരുന്ന ഫൈറ്റില് അവന്റെ കാലിന് അപകടം പറ്റി. സോ അതുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ഗ്രഹാം ഈ അമ്പൊന്ന് കണക്ട് ചെയ്ത് തരൂ. അവൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രഹാം അമ്പ് കണക്ട് ചെയ്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ വന്ന വെള്ളം അടിച്ച് ഇടിച്ച് പാഞ്ഞ് വേറെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. റൂഫ് ടോപ്പും വെള്ളത്തിൽ മുങ്ങുന്നുണ്ട്. എന്തുണ്ടെന്നാലും ഇവർ 4 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ആ സമയത്താണ് ഇവരുടെ മുന്നിൽ കൂടെ അവർ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ആ കെണിയുടെ വള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടതും നമ്മുടെ ആൻ ആ വള്ളി പിടിച്ച് വലിക്കുന്നുണ്ട്. വലിക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ആ ഭീകരജീവി ആ കുരുക്കിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ ഭീകരജീവി കുരുക്കിൽ പെടുന്നതും വാട്ടർ താഴോട്ട് ഇറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഉടനെ തന്നെ ജോഷ് ട്രാപ്പിൽപ്പെട്ട ആ ഭീകരജീവിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, വേഗം ഡോറ് തുറക്ക്, നീ ഡോറ് തുറക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും എന്നവൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ പറയണത് ആ അനിമല് ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയാണ്. ഒരു നിമിഷം അവൻ ചിന്തിച്ചു നോക്കുകയാണ്, തൻ്റെ മകള് പറഞ്ഞത്, തൻ്റെ വൈഫ് പറഞ്ഞത്, തൻ്റെ മകൻ പറഞ്ഞത്, അവർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഇവർ എന്തെങ്കിലും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നതായിരിക്കുമോ എന്നും അവൻ കുറച്ചു നേരം ആലോചിച്ച് നോക്കുന്നുണ്ട്. ആ ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ അനിമല് ഭയങ്കര ദയനീയമായി അവൻ്റെ കൈകളിൽ കയറി പിടിക്കുന്നുണ്ട്, എന്നൊന്നും ചെയ്യരുതേ എന്നൊരു ഭാവത്തിൽ. സോ അതുകൊണ്ട് തന്നെ ഇവന് പാവം തോന്നിയിട്ട് അവൻ അതിനെ കെണിയിൽ നിന്നെല്ലാം വിട്ട് കയറെല്ലാം അറുത്ത് രക്ഷപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിന് പകരമായി ആ അനിമൽ അവർക്ക് ഡോറ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് കണ്ടതും ആദ്യമേ മക്കൾ 2 പേരും ഓടി വീട്ടിന് പുറത്തേക്കാണ് പോകുന്നത്. കാരണം അവർ ലോകം കണ്ടിട്ട് കുറേ നാളായി. ഇവരെല്ലാവരും പുറത്തിറങ്ങിയതും അവരെ മറ്റുള്ള ഭീകരജീവികൾ അവരെ വളയുന്നുണ്ട്. സോ ഇത് കണ്ട് അവർ പേടിച്ച് അവരെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ഭാഷയിൽ സംസാരിക്കും. സോ ഈ ജീവികൾ ഇവരൊന്നും ചെയ്യാതെ വിട്ട് എല്ലാവരും ഒന്നായിട്ട് ആ ഭീകരജീവികളെല്ലാം കൂടിയിട്ട് ആ വീട്ടിനകത്ത്, അതായത് ഇവരിറങ്ങിയ വീട്ടിനകത്ത് തന്നെ ആ ഭീകരജീവികളെല്ലാവരും കൂടി ഒന്നായിട്ട് കയറും. അവർ കയറിയതും ആ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വലിയൊരു ഗർത്തം തന്നെ ഉണ്ടാക്കി അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ ആ മഴയെല്ലാം മാറി സൂര്യനുദിച്ച് പ്രകാശം പരന്ന് അവിടെയെല്ലാം ഒരു സമാധാനം നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് എന്താണെന്നറിയില്ല, വാവളകിയ പോലെ റൂത്ത് കിടന്ന് ഓടുകയാണ് ചെയ്യുന്നത്. ഇവളിത് എങ്ങോട്ടാ ഓടുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ കൂടെ ബാക്കിയുള്ളവർ അങ്ങോട്ട് ഓടുകയാണ്. അവൾ ഓടി, ഇവർ ഓടുകയാണ്. എന്താണെന്നറിയില്ല. പക്ഷെ റൂത്തിനെ കാണിക്കുമ്പോൾ റൂത്ത് ഭയങ്കര ഹാപ്പിയാണ്, ചിരിച്ചുകൊണ്ടാണ് അവൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൾ ഓടിക്കയറുന്നത് ഒരു ബസ്സിൻ്റെ ഒരു വെഹിക്കിളുടെ മേലെയാണ്. അതിന് മേലെ നിറച്ചും ചെടിയും തുപ്പൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. കുറേ വർഷമായില്ലേ ചെടിയും തുപ്പൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ അവൾ ആ കടലാണ് നോക്കുന്നത്. കടലിലേക്ക് ഇപ്പോൾ ഇവർ കണ്ട ആ 5 കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഭീകരജീവികൾ കടലിലേക്ക് നീന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവരത് ചിരിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലായിരുന്നു, ഒരു ബോട്ടുള്ള ഒരാൾ, അയാളുടെ വീട്ടിലെ ബോട്ട് എടുത്ത് ഇവർ കടലിലേക്ക് ഇറങ്ങി എങ്ങോട്ടോ ദൂരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂരയാത്രയിൽ ഇവർ ചോദിക്കുന്നത്, നമ്മൾ മാത്രമാണോ ഇങ്ങനെ, ഇല്ല ഈ ലോകം മൊത്തം ഇങ്ങനെ തന്നെയാണോ എന്ന്. സോ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് Day 1, അതായത് ഇവരുടെ ആദ്യത്തെ കടൽ ദിവസം. ഇനി പാർട്ട് 2 വരുമെന്നാണ് തോന്നുന്നത്, അറിയില്ല, വെയിറ്റ് ആൻഡ് സീ. Day 1 കൊടുത്ത സ്ഥിതിക്ക് എന്തായാലും പാർട്ട് 2 ഉണ്ടാവും. സോ പാർട്ട് 2 വന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം.